കേരള എക്സ്പ്രസ് ട്രെയിൻ കോട്ടയത്ത് പിടിച്ചിട്ടു. സാങ്കേതിക തകരാറാണ് കാരണം. ടോബി ജോൺസൺ ചേരുന്നു വിശദാംശങ്ങളുമായി. ടോബി, ഇത് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള ട്രെയിനാണോ? എന്താണ് സാങ്കേതിക പ്രശ്നം? എപ്പോൾ പരിഹരിക്കാനാവുമെന്ന് അറിയിക്കുന്നു? തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള ട്രെയിൻ തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കൊല്ലത്ത് 1 മണിക്കൂർ നേരം ഇതിനു മുമ്പ് പിടിച്ചിട്ടിരുന്നു. അതിനുശേഷമാണ് ട്രെയിൻ കോട്ടയത്തെത്തിയപ്പോൾ വീണ്ടും ഈ തകരാറ് ഉണ്ടാകുന്നത്. പാൻട്രി കാറിന്റെ വീലുകൾക്കാണ് തകരാറുണ്ടായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൊച്ചിയിൽ നിന്നും മറ്റൊരു പാൻട്രി കാർ കൊണ്ടുവന്ന് ഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ യാത്ര തുടരാൻ സാധിക്കൂ എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂറെങ്കിലും ഇനിയും കാലതാമസം ഉണ്ടായേക്കാം എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതിനോടകം തന്നെ മണിക്കൂറുകളായി യാത്രക്കാർ ഈ ട്രെയിനിനുള്ളിൽ ഇരിക്കുകയാണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തകരാർ പരിഹരിച്ച് ട്രെയിൻ എത്രയും വേഗം സ്റ്റേഷനിൽ യാത്ര തുടരാൻ വേണ്ടിയുള്ള നടപടികളാണ്. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ് ഇപ്പോൾ കോട്ടയത്ത് പിടിച്ചിട്ടിരിക്കുന്നത്. പാൻട്രി കോച്ചിന്റെ തകരാറ് കാരണം അത് മാറ്റിയ ശേഷമായിരിക്കും ഇനി യാത്ര തുടരുക. ഏതാണ്ട് 2 മണിക്കൂർ കൂടി അതിന് സമയമെടുക്കുമെന്നതാണ് ടോബി ജോൺസൺ നൽകുന്ന വിവരം.